ഇവരൊക്കെ ജസ്റ്റിന്റെ കൂട്ടുകാരാ. എനിക്കറിയാം. സൂരജ് സച്ചിനും ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. മഹിമയല്ലേ? ജസ്റ്റിൻ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാറുണ്ട്. ജസ്റ്റിൻ പോയെന്ന് കരുതി നിങ്ങളുടെ അങ്ങോട്ടുള്ള വരവൊന്നും കുറയ്ക്കരുത് കേട്ടോ. അവനെ അവിടുത്തെ സെമിത്തേരിയിലാണ് നടക്കുന്നത്. ഇടയ്ക്ക് നിങ്ങൾ കൂട്ടുകാരൊക്കെ കാണാൻ വന്നാൽ അവന് വലിയ സന്തോഷമാണ്. ഇറങ്ങട്ടെ മക്കളെ. മോനെ ഞാൻ കൊണ്ടാക്കാൻ ചേച്ചി. വേണ്ട, ഞാൻ പോയിക്കോളാം. അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവര് വളർത്തി വലുതാക്കിയ മകൻ നഷ്ടപ്പെട്ടതിന്റെ വിഷമം അവരെങ്ങനെയാണാവോ താങ്ങുന്നത്? താങ്ങാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അവർക്കൊരു പെൺകുട്ടി കൂടിയുണ്ട്. അവളുടെ കാര്യം കൂടി നോക്കണ്ടേ? ജസ്റ്റിന്റെ അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ പറ്റുമോ? ജസ്റ്റിന്റെ കുടുംബത്തിന് എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടില്ലേ ഡോക്ടർ? സംസ്ഥാന സർക്കാർ 2 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ല. അതാർക്കാ അറിയാൻ വയ്യാത്തത്? സർക്കാരിന് ഇത്ര തന്നെ കിട്ടിയത് ഭാഗ്യം. അങ്ങനെ കിട്ടിയത് മതിയെന്നും പറഞ്ഞു പോവാൻ നിന്ന ജസ്റ്റിന്റെ കുടുംബത്തിന് അറിയിച്ച നഷ്ടപരിഹാരം കിട്ടില്ല. നമ്മുടെ കൺമുൻപിൽ ജസ്റ്റിന്റെ കുടുംബം കഷ്ടപ്പെടുന്നത് കാണാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് മഹിമേ. പക്ഷേ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വെറും വിദ്യാർത്ഥികളല്ലേ. വെറും വിദ്യാർത്ഥികളോ? നമ്മളെക്കാൾ കൂടുതൽ ശക്തരായ ഒരു കൂട്ടം ഈ നാട്ടിൽ വേറെ ഇല്ല. എന്ത് ചെയ്യാനാ മഹിമയുടെ പരിപാടി? ജസ്റ്റിന്റെ മരണത്തിന് പൂർണ്ണമായ ഉത്തരവാദിത്വം ഗോപാലനല്ലേ? അപ്പോ അവന്റെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം അയാൾ കൊടുക്കട്ടെ. അയാള് ജസ്റ്റിന്റെ അമ്മയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം. അതുപോലെ അവന്റെ പെങ്ങളുടെ പഠിപ്പിന്റെ മുഴുവൻ ചെലവും അയാൾ ഏറ്റെടുക്കണം. ഇതുപോലെ നടക്കുന്ന കാര്യമാണോടി? നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന ആഗ്രഹിക്കുന്നത് എന്തും നടത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ഗോപാലിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം നടത്തിയ അയാൾക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. മാധ്യമങ്ങൾ നമ്മളെ അനുകൂലിച്ച് സംസാരിക്കാൻ തുടങ്ങിയ അയാൾക്ക് നമ്മളെ അനുനയിപ്പിക്കുന്ന തരത്തിൽ ഒരു തീരുമാനം എടുക്കാതെ പറ്റില്ല. മഹിമ പറഞ്ഞതിലും കാര്യമുണ്ട്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാവി തലമുറയാണ്. നിങ്ങൾ നന്നായി പഠിക്കണമെന്ന് അധ്യാപകരെന്ന നിലയ്ക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം നിങ്ങൾ പ്രതികരണശേഷിയുള്ള ഒരു തലമുറയാവണം. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ മരിച്ചിട്ട് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ മനുഷ്യരാണെന്നും പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ല. ജസ്റ്റിൻ മരിക്കാൻ കാരണക്കാരൻ ആ ഗോപാലനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നിയമം വഴി അയാളെ ശിക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുക. പക്ഷെ ഈ നഷ്ടപരിഹാരം നമ്മൾ ജസ്റ്റിന്റെ കുടുംബത്തിന് വാങ്ങിക്കൊടുക്കും. അത്രയെങ്കിലും നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി ചെയ്യണം. നീ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രതിഷേധം നടത്താം. ആളെ കൂട്ടുന്ന കാര്യം ഞാൻ ഏറ്റു. കോളേജിൽ നിന്നുള്ള പെർമിഷൻ ഞാൻ വാങ്ങിത്തരാം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. പ്ലക്കാർഡുകളൊക്കെ ഞങ്ങൾ റെഡി ആയിക്കോളാം. നീ ഞങ്ങളെ മുന്നിൽ നയിച്ചാൽ മാത്രം മതി. ഹലോ. എടാ നീയോ? ഇതാ കുറച്ച് ഫ്രൂട്ട്സാ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നമ്മൾ ഒരുമിച്ച് ആരെങ്കിലും കണ്ട ആകെ പ്രശ്നമാവും. ആരെങ്കിലും അല്ല, ഗിരി അറിഞ്ഞാലാണ് ഗോപാൽജിക്ക് പ്രശ്നം. ഗോപാൽജി എന്തിനാ ഗിരി ഇത്രയും പേടിക്കുന്നേ? പേടിക്കേണ്ടവരെ പേടിക്കണം മോനെ. അത് ബുദ്ധിയുടെ ലക്ഷണമാണ്. ശരി, എങ്ങാനും ഗിരി അറിഞ്ഞാൽ തന്നെ ഞാൻ വന്നത് ഗോപാൽജിയെ ഭീഷണിപ്പെടുത്താനാണെന്ന് പറഞ്ഞാൽ മതി. ആ മണ്ടനത് വിശ്വസിച്ചോളും. ഗോപാൽജിക്ക് അറ്റാക്ക് വന്ന ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് കഴിഞ്ഞ തവണത്തെ പോലെ അഭിനയമാണെന്നാണ്. പിന്നെയല്ലേ മനസ്സിലായത് ഒറിജിനലാണെന്ന്. മാധവന്റെ മക്കള് കാരണം മനസമാധാനം കിട്ടുന്നില്ലല്ലേ? മാധവൻ ജീവിച്ചിരുന്നപ്പോ അവനെ കൊണ്ടുള്ള ശല്യം മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇപ്പോ അവനെ പോലുള്ള 2 സഹിക്കണം. അവരുടെ പേര് കേൾക്കുമ്പോഴേ എനിക്ക് പ്രഷർ കയറും. അതാ ഇതുവരെ ഒരു കുഴപ്പമില്ലാതിരുന്ന ഞാൻ അറ്റാക്ക് വന്ന് വീണത്. അവരെന്നെ ഉള്ളിൽ നിന്ന് തകർത്തോണ്ടിരിക്കുക. എന്തായാലും നന്നായി, ഒരു അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റി. ഗോപാൽജിക്ക് അന്യായ ഭാഗ്യമാണ്. നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്ന മഹിമ തന്നെ
നിങ്ങളുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? അവള് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഞാൻ ഗോപാൽജിയെ കാണാൻ വരുന്നത് ഫ്രൂട്ട്സിന് പകരം റീത്തുമായിട്ടായേനെ. ഇങ്ങനൊരവസരം ഗോപാൽജിക്കാണ് കിട്ടിയിരുന്നെങ്കിൽ എപ്പ കൊന്നെന്ന് ചോദിച്ചാ പോരെ? അവളുടെ ഉദ്ദേശം എന്നെ ഒറ്റയടിക്ക് കൊല്ലാനല്ല, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനാ. എന്നാലും ഗോപാൽജി വല്ലാത്ത പണിയാ തന്നെ. ഞാൻ സ്ഥിരമായിട്ട് അടിക്കുന്ന ബാറായിരുന്നു. ഞാനും ബിബിയും എങ്ങാനും അന്ന് അവിടെ ഇരുന്ന് മദ്യപിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥയും ആ ജസ്റ്റിന്റെ പോലെ ആയനെ അല്ലേ? ഹേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിങ്ങളൊക്കെ റൂഫ് ടോപ്പ് ബാറിലല്ലേ അടിക്കാറുള്ളത്. അവിടെയൊന്നും ഇങ്ങനത്തെ ചാത്ത സാധനം കൊടുക്കില്ല. ഇത് ലോക്കൽസിന് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള കോട്ടയാ. അതാവുമ്പോ ചാവുന്നവരൊക്കെ കാൽ കാശിന് ഗതിയില്ലാത്തവരാവും. അവർക്കൊക്കെ വേണ്ടി ആര് ചോദിക്കാനും പറയാനും വരാനാ. മഹിമ വരും. മഹിമ കോളേജിലെ പിള്ളേരെയും കൂട്ടി ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട്.